ഇപ്പോൾ അരവിന്ദാക്ഷന് ജാമ്യം കൊടുത്തു ഹൈക്കോടതി. ഇപ്പോൾ CPM-നെതിരെ പ്രതിപക്ഷത്തിനെതിരെ അല്ലേ ഈ രീതിയിൽ വല്ലാത്ത വേട്ടയാടൽ തന്നെയാണ് നടന്നത്. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ AC മൊയ്തീൻ്റെ വീട് റെയ്ഡ് ചെയ്തു. AC മൊയ്തീൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, മുൻമന്ത്രി, MLA. ഇപ്പോൾ 24 മണിക്കൂറാണ് അയാളുടെ വീട് റെയ്ഡ് ചെയ്തത്. എന്നെ 9 ദിവസം വിളിച്ചു വരുത്തി ED എറണാകുളത്തുള്ള അവരുടെ ഓഫീസിലേക്ക്. MK കണ്ണൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം, തൃശ്ശൂർ ബാങ്കിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ 3-4 ദിവസം നോട്ടീസ് അയക്കുക, വിളിച്ചു വരുത്തുക. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗമാണ് PK ബിജു, മുൻ MP. അദ്ദേഹത്തെ 2-3 ദിവസം ഇതേപോലെ നോട്ടീസ് അയക്കുക, വിളിച്ചു വരുത്തുക, ഹരാസ് ചെയ്യുക. ഷാജിനെ വിളിച്ചു വരുത്തുക, നമ്മുടെ സെക്രട്ടേറിയറ്റാണ്. അതുപോലെ ഇപ്പോൾ കണ്ണൻ പ്രസിഡൻ്റായിട്ടുള്ള തൃശ്ശൂർ ബാങ്ക്, അയ്യന്തോൾ ബാങ്ക്, ഈ 2 ബാങ്കുകളും എന്താ പറയുക 24 മണിക്കൂർ നീണ്ടു നിന്ന റെയ്ഡുകളാണ് 2 ബാങ്കിന്. അപ്പോൾ ഇത് CPM-നെ ഹരാസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെയൊക്കെ പ്രതി ചേർത്താനാണ് ഇവർ പരിപാടി തയ്യാറാക്കിയത്. ഇപ്പോഴും അവർ ED എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. CPM-നെതിരെ മറ്റൊരു ഉയർത്തിക്കൊണ്ട് വന്ന കഥകൾ മെനയാണല്ലോ. അത് എന്താ പറയുക, അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന നിലയുണ്ടായത്. കോടതി അംഗീകരിച്ചില്ലല്ലോ. അപ്പോൾ അതാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പിന്നെ പ്രതികരിക്കാനുള്ള കാര്യമാണ്. കരുവന്നൂർ ബാങ്കിൽ നടന്നിട്ടുള്ള കൃത്രിമോ അതിന് തട്ടിപ്പ് സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇടപെട്ടുള്ള ഒരു കാര്യമാണ്. സർക്കാർ നല്ല നിലയിൽ ഇടപെട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണം, അതിൻ്റെ മേലെയാണ് ED അന്വേഷണം നടത്തിയത്. എന്തപ്പോൾ അവർക്ക് കണ്ടെത്താൻ കഴിച്ചത്? ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇവിടെ CPM-ൻ്റെ സ്വത്ത് വകകൾ ഇപ്പോൾ സാധാരണ നിലയിൽ ജില്ലയിൽ ലോക്കൽ കമ്മിറ്റികൾ അല്ലെങ്കിൽ അതുപോലെ വാങ്ങുന്ന ഓഫീസുകൾ, മറ്റ് ഭൂമി, അതൊക്കെ അതാത് കാലത്തെ ജില്ലാ സെക്രട്ടറിമാരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുക. ഇതിൻ്റെ പേരിൽ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ഥലം ഇപ്പോൾ സമീപകാലത്ത് വാങ്ങിയിട്ടുള്ള ലോക്കൽ കമ്മിറ്റികൾ വാങ്ങിയിട്ടുള്ള സ്ഥലം എൻ്റെ പേരിലാണ്, ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അതൊക്കെ ഉയർത്തി കാട്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുക. അത് ഈ ED-യുടെ ഇടപെടലുണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്ത് കാര്യത്തിനാണ് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത്? ഇപ്പോൾ കേസാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് പാർട്ടി എന്നുള്ള നിലയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒരു വിഷയം ആ കാര്യങ്ങളിലില്ല. കഥകളാണ്. കേന്ദ്ര സർക്കാർ, RSS അവരുടെ ഏജൻസിയാണ്. ED ആയാലും IT ഡിപ്പാർട്ട്മെൻ്റ് ആയാലും CBI ആയാലും ആരായാലും. അപ്പോൾ അത് പൊളിഞ്ഞു വീഴുന്നു. ആ കഥകൾ, കള്ളക്കഥകൾ പൊളിഞ്ഞു വീഴുന്നു എന്നതാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം. വീട്ടിൽ കിട്ടണമല്ലോ. ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് അതാത് മറ്റ് സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി ഇപ്പോൾ കുണ്ടിയ കളക്ഷൻ നടത്തി. ജനങ്ങൾ കൈയഴിച്ച് സംഭാവന നൽകും. ഏതാവശ്യത്തിനാണ് ഞങ്ങൾ പണം സ്വരൂപിക്കുന്നത് ആ ആവശ്യം നിർവഹിക്കും. അതുപോലെ സ്വരൂപിക്കുന്ന പണം മിച്ചം വരുന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ അത് ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. കള്ളപ്പണമല്ല, അതിൽ അവിഹിതമായിട്ടുള്ള സമ്പാദ്യങ്ങളല്ല. അത് ഇന്ന് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ, കുഴൽപ്പണം അപ്പോൾ അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. അപ്പം നമുക്ക് ഇതാണ് പറയാനുള്ളത് ഈ കാര്യത്തിൽ. ഇനി ഇതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത് സുപ്രീം കോടതി സമീപിക്കുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവരെന്ത് ചെയ്താലും നമുക്ക് വിരോധമില്ല. അവരെന്ത് ചെയ്യുന്നു ചെയ്യാതിരുന്നു ഞങ്ങൾക്കത് പ്രശ്നമേ അല്ല. കാരണം ഇതാ പിണറായി പറഞ്ഞ പോലെ മടിയിൽ കനമുണ്ടെങ്കിലല്ലേ നമുക്ക് വഴിയിൽ ഭയപ്പെടേണ്ട കാര്യം. അങ്ങനെ ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ടെൻഷനുമില്ല, ഒരു പ്രശ്നവുമില്ല. CPIM എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾ അവിഹിതമായി ഒരു സംഭവം ചെയ്തിട്ടില്ല, ചെയ്യാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല. നിയമ നടപടി ഉണ്ടല്ലോ. അല്ല, അതിപ്പോൾ ഈ കേസൊക്കെ ഞങ്ങൾ വക്കീൽ വെച്ച് കോടതിയിലുണ്ടല്ലോ, അവരായിട്ട് ആലോചിച്ച് വക്കീലുമാരായിട്ട് ആലോചിച്ചിട്ടല്ലേ കാര്യങ്ങൾ ചെയ്യാം. അതൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അയാൾ വരട്ടെ. നിരപരാധിയാണെന്ന്, അരവിന്ദാക്ഷൻ നിരപരാധിയാണെന്നും നമുക്ക് അറിയുന്ന കാര്യമാണ്. അയാൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ നിങ്ങൾക്കറിയാലോ വടക്കാഞ്ചേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, നഗരസഭാ മെമ്പർ. അയാൾ വളരെ ജനങ്ങളാൽ എന്താ പറയുക, ജനങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഒരാളാണ്. കള്ളക്കേസിൽ പ്രതി ചേർത്തതാണ്. അതിപ്പോൾ അയാളെ ഹരാസ് ചെയ്യുക, പാർട്ടി CPM ഇതിലൊക്കെ എന്തോ അവിഹിതമായിട്ടുള്ള
എന്താ വിഹിതം പറ്റുന്നവരാണ് പാർട്ടി. അങ്ങനെയൊക്കെ അതൊന്നും നടക്കണ കാര്യമല്ല. അതിലൊന്നും നമുക്കൊരു കൂസലും ഇല്ല. ഒരു എന്താ പറയുക, അങ്ങനെ ഒരു വിഷയം ഞങ്ങളെ സംബന്ധിച്ചില്ല, CPM-നെ സംബന്ധിച്ചില്ല. കാരണം CPIM ന്യായമായ രീതിയിൽ നല്ല നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയാണ്. കേരളത്തിലിപ്പോൾ LDF സർക്കാരാണ്. LDF ആണ് സർക്കാരാണെന്നുള്ളതിൻ്റെ പേരിൽ ഒരു അഹന്തയോ അല്ലെങ്കിൽ ആ നിലയിലൊന്നുമില്ല. ഞങ്ങൾ ജനപക്ഷത്ത് നിന്ന് തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഇത് നല്ല സാധാരണക്കാരുടെ പാർട്ടിയാണ്. ആ സാധാരണക്കാരുമായി മനുഷ്യരെ ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയാണ് CPIM. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടില്ല, അത് ശരി, അതൊന്നും ഇപ്പോൾ ആരും ഒരു അന്വേഷണത്തിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ശക്തമായ അന്വേഷണം വേണം. കേസല്ലേ, നിയമത്തിൻ്റെ മുമ്പിൽ ഈ ഇവരെയൊക്കെ കൊണ്ടുവരണം. ഞാനത് അന്ന് അവർ പറഞ്ഞിട്ടല്ലോ, അത് പുറത്തു വരുന്ന കാര്യങ്ങളല്ലേ, അന്വേഷിക്കണം. യഥാർത്ഥ കുറ്റവാളികൾ ആരായാലും അവർ പിടിക്കപ്പെടണം. അവരെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കണം. സത്യമല്ലേ ജയിച്ചത്, വസ്തുതയല്ലേ നമ്മൾ പറയണത്. ഞങ്ങൾ ഈ വിഷയം വന്ന അന്ന് തന്നെ പാർട്ടിയുടെ നിലപാട് രാജ്യത്തെ ജനങ്ങൾക്കറിയാം, ഇതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അല്ല, അത് വരില്ലല്ലോ, അതല്ലേ രാഷ്ട്രീയം. ED ആയാലും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ വെറും കയ്യിലും ഉപകരണങ്ങളാണ്. CBI-നെ കുറിച്ച് പറഞ്ഞത് എന്താ? കൂട്ടിലടച്ച തത്ത എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതാണ് അത് അവരുടെ കാര്യം. അത് മൗനം പാലിക്കാതെ കഴിയില്ല. അത് കൃത്യമായി നാട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ്. കുറ്റവാളികളാണ് അവർ, കള്ളപ്പണമാണ്. ഞാനപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിൽ നിന്നിപ്പോൾ പറയുന്നില്ല. ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഇതിലൊക്കെ നിലപാട് ഈ കള്ളന്മാരെ കൊള്ളക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിന് കേന്ദ്ര സർക്കാർ തയ്യാറുണ്ടോ? കേന്ദ്ര ഏജൻസികൾ അതിന് തയ്യാറുണ്ടോ? അങ്ങനെ ഒരു അന്വേഷണമൊന്നുമില്ലല്ലോ, ഇല്ല. അവരല്ലേ അന്വേഷിക്കുന്നത്. കള്ളപ്പണം അന്വേഷിക്കേണ്ടത് ED-യും മറ്റേ കേന്ദ്ര ഏജൻസികളാണല്ലോ. അവരതിനൊന്നും തയ്യാറല്ല. അത് തന്നെയാണ് പ്രശ്നം. നല്ല പ്രശ്നം അതാണ്.